الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. اللهم إنا نعوذ بك من منكرات الأخلاق والأهواء والأدواء. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد. الآداب العشرة 10 മര്യാദകൾ എന്ന ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ കിതാബാണ്, ചെറിയ റിസാലയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ മര്യാദയായ മറ്റൊരാളുടെ അന്യന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അനുമതി ചോദിക്കണം എന്നതുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുവാദം ചോദിക്കേണ്ടതിന്റെ രൂപവും, അനുവാദം ചോദിക്കുന്ന സമയത്ത് വീടിന്റെ ഏതു ഭാഗത്താണ്, ഏതു വശത്താണ് നിൽക്കേണ്ടത് എന്നും, എത്ര തവണ അനുവാദം ചോദിക്കണമെന്നും, ഇനി അനുമതി ലഭിച്ചില്ലെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ച് പറയുകയുണ്ടായി. അടുത്തതായി അതിന്റെ കൂടെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് അത്തസ്രീഹു ബിലിസ്ം. ആരാണെന്ന് ചോദിച്ചാൽ, അനുമതി ചോദിക്കുന്ന സന്ദർഭത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ പേര് വ്യക്തമാക്കി പറയേണ്ടതുണ്ട്, വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് അതിന്റെ മര്യാദ. അതാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അസ്സുന്നതു ലിമൻ ഇസ്തഅദന ബിദഖിൽ ബാബി വനഹ്വിഹി ഫഖീല ലഹു മൻ അൻത. ഒരാൾ വാതിൽ മുട്ടിക്കൊണ്ട് അനുവാദം ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവനോട് ചോദിക്കപ്പെട്ടു, നീ ആരാണ്? അപ്പോൾ അവൻ എന്ത് പറയണം? ഫുലാൻ ഇബ്നു ഫുലാൻ, ഞാൻ ഇന്നയാളുടെ മകൻ ഇന്നയാളാണ് എന്നവൻ വെളിപ്പെടുത്തണം. അതല്ലെങ്കിൽ അവന്റെ പേര് മാത്രമെങ്കിലും അവൻ വ്യക്തമായി പറയേണ്ടതുണ്ട്. എന്നിട്ട് ഇമാം അവറുകൾ പറഞ്ഞു, വൽ ഔല അല്ലാ യഖ്തസിറ അലാ ഖൗലിഹി അന, ഞാൻ എന്ന് മാത്രം പറയാൻ പാടില്ല. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറയുന്നതിന് പകരമായി നമ്മുടെ പേര് തന്നെ വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. അതാണ് അതിന്റെ മര്യാദ, അദബ് എന്ന് ശൈഖ് അവറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അതല്ലെങ്കിൽ നമ്മെ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റു വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. ഒരാൾ ഒരു ഭരണാധികാരിയാണ്, അതല്ലെങ്കിൽ ഒരു നാട്ടിലെ ഖാളിയാണ്, മുഫ്തിയാണ് എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് എന്ത് പറയാം? ഞാൻ മുഫ്തിയാണ്, അതല്ലെങ്കിൽ ഞാൻ ഖാളിയാണ് എന്നിങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന വിശേഷണങ്ങൾ അത് പറയാവുന്നതാണ്. എന്നാൽ കേവലം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതാണ് അതിന്റെ മര്യാദ, അദബായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഹദീസുകളിൽ ഇത്തരത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന് പോയ സംഭവം ആ ഹദീസിൽ നമുക്ക് കാണാം. അവിടുന്ന് പറയുന്നു, ഫൻതലഖ ബി ജിബ്രീലു ഹത്താ അത അസ്സമാഅ അദ്ദുനിയ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൊണ്ട് വാനലോകത്തേക്ക് പറക്കുകയാണ്. അങ്ങനെ ഭൂമിയോടടുത്ത വാനലോകത്ത് ജിബ്രീലും ഞാനും എത്തുകയുണ്ടായി. ഫസ്തഫ്തഹ, എന്നിട്ട് ആ കവാടം, ഒന്നാമത്തെ ആകാശം തുറക്കുന്നതിനായി ജിബ്രീൽ അലൈഹിസ്സലാം അനുവാദം ചോദിച്ചു. അപ്പോൾ ഒന്നാം ആകാശത്തുള്ള മലക്കുകൾ ചോദിക്കുകയാണ്, മൻ ഹാദ, ആരാണിത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീലു, ജിബ്രീലാണ്, പേര് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, വമൻ മഅക, നിന്റെ കൂടെയുള്ളത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മുഹമ്മദുൻ, എന്റെ കൂടെയുള്ളത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ പിന്നീട് രണ്ടാം ആകാശത്തേക്കും, അങ്ങനെ 7 ആകാശങ്ങളിലേക്ക് കടക്കുന്ന സന്ദർഭത്തിലും അനുമതി ചോദിച്ചപ്പോൾ ആരാണ് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ അവിടുന്ന് പേര് വെളിപ്പെടുത്തി പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഉമ്മുഹാനി, അവർ ഒരു സ്ത്രീയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കുളിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് മറ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ സലാം പറയുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, മൻ ഹാദിഹി, ആരാണിത്? ആ സമയത്ത് അവർ പറഞ്ഞു, അന ഉമ്മുഹാനിഇൻ, ഞാൻ ഉമ്മുഹാനി ആണ് എന്നവർ അവരുടെ പേര് വെളിവാക്കി വ്യക്തമാക്കി പറഞ്ഞതായി കാണാം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സന്ദർഭത്തിൽ ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംശി വഹ്ദഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റോട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്, റസൂലിന്റെ കൂടെ മറ്റാരുമില്ല. എന്നിട്ട് സഹാബി പറയുകയാണ്, ഫദനൻതു അന്നഹു യക്റഹു അൻ യംശിയ മഅഹു അഹദുൻ, അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരാൾ നടക്കുന്നത്
അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരിക്കാം എന്ന് ഞാൻ കരുതി. അങ്ങനെ റസൂലിന്റെ പിറകിൽ ഞാൻ ഇങ്ങനെ നടന്നു. ഫൽതഫത ഫറആനി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂൽ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, മൻ ഹാദ, ആരാണത്? ഞാൻ പറഞ്ഞു, ഖുൽതു അബൂദർറിൻ, ഞാൻ അബൂദറാണ് എന്ന് അവിടുന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇതുപോലെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പേര് വെളിവാക്കി വ്യക്തമാക്കി പറയുന്ന ഒരു രീതി, ഒരു മര്യാദ, അത് സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നുള്ള മറുപടി അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. മറിച്ച് നമ്മുടെ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലിന്റെ വീട്ടിലേക്ക് വന്നു. റസൂലിന്റെ കതക് വാതിൽ മുട്ടുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, മൻദ, ആരാണിത്? ആ സമയത്ത് ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അവിടുന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്ന് റസൂലുള്ളാഹി 2 തവണ ആവർത്തിച്ചു എന്നാണ് ഹദീസ് ഉദ്ധരിക്കുന്ന മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. കഅന്നഹു കരിഹഹ, ആ മറുപടി റസൂലിന് ഇഷ്ടമില്ലാത്തതുപോലെയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. റസൂലിന് അത് ഇഷ്ടമില്ലാതിരിക്കാനുള്ള 2 കാരണങ്ങൾ, റസൂലുള്ളാഹി ആ മറുപടി വെറുക്കാനുള്ള 2 കാരണങ്ങൾ മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ കാരണം, റസൂലിന്റെ ചോദ്യം അവിടെ ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള വ്യക്തമായ മറുപടി അവിടുന്ന് നൽകപ്പെടുന്നില്ല. റസൂലിന്റെ ചോദ്യം അവിടെ മറുപടിയില്ലാതെ, ഉത്തരമില്ലാതെ അവശേഷിക്കുന്നത് കൊണ്ടാണ് അത് റസൂലുള്ളാഹി അത് വെറുത്തിരുന്നു എന്നത് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരാൾ അയാളുടെ പേര് പറയുകയാണ്, അയാളുടെ പേര് വ്യക്തമാക്കാതെ വെറും എന്ന് പറയുന്നതിൽ ഒരു അഹങ്കാരത്തിന്റെ, ഒരു അഹന്തയുടെ ഒരു ചെറിയ ഇനം അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് വെളിവാക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ എന്റെ പേര് അത് മറ്റുള്ളവരുടെ മുൻപിൽ അത് പറയേണ്ടതില്ല, അങ്ങനെ തന്നെ ഞാൻ മനസ്സിലാക്കപ്പെടുന്നവനാണ് എന്ന അർത്ഥത്തിലുള്ള ചെറിയൊരു അഹങ്കാരത്തെ, അതല്ലെങ്കിൽ അഹന്തയെ ഉൾക്കൊള്ളുന്ന ഒരു സംസാരമാണത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വെറുത്തത് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മുൻഗാമികളായ ആളുകൾ, സലഫുകൾ, അവർ ഇത്തരത്തിൽ അവരോട് ആരെങ്കിലും എന്ന് പറയുമ്പോൾ അവർ നൽകിയ ചില മറുപടികൾ, ചില രസകരമായ മറുപടികൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ അലി ഇബ്നു ആസിം അൽ വാസിത്തി, അദ്ദേഹം ബഗ്ദാദിലേക്ക് വരികയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് അദ്ദേഹം പറയുകയാണ്, ഖദിംതുൽ ബസ്റത, ഞാൻ ബസ്റയിൽ പോയി. ഫഅതൈതു മൻസില ശുഅബ, അങ്ങനെ ഇമാം ശുഅബയുടെ വീട്ടിലേക്ക് ഞാൻ പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ ഞാൻ മുട്ടുകയുണ്ടായി. എന്നിട്ട് ആ സന്ദർഭത്തിൽ ഇമാം ശുഅബ ചോദിച്ചു, മൻ ഹാദ, ആരാണിത്? ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഉത്തരം പറയുന്നത് എന്നാണ്. ആ സന്ദർഭത്തിൽ ഇമാം ശുഅബ പറഞ്ഞു, മാലി സദീഖുൻ യുഖാലു ലഹു എനിക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്ക് പരിചയമില്ല, അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ എനിക്കില്ല എന്ന് ഇമാം അവറുകൾ മറുപടി പറയുകയും, എന്നിട്ട് വാതിൽ തുറന്നുകൊണ്ട് അദ്ദേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മുൻപുദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വെറുത്തിരുന്നു എന്ന് പറയുന്ന ആ ഹദീസ് അദ്ദേഹം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വാതിൽ മുട്ടുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഇതേപോലെ ആരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനദ, ഇതാ ഞാനാണ് എന്ന് അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അനദ ഉദ്ഖുൽ, അദ്ദേഹം പറയുകയാണ്, അനദ, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അദ്ദേഹത്തെ ആ പേരിൽ വിളിക്കുകയാണ്. എന്നിട്ട് ചരിത്രത്തിൽ കാണാം, പിന്നീട് അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്തായി? അനദ. എല്ലാവരും അദ്ദേഹത്തെ അനദ എന്ന് വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വിളിപ്പേരപ്രകാരം മാറുകയുണ്ടായി എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സലാം അൻ അബി, അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ദഖഖ്തു അലാ അംർ ബിൻ ഉബൈദ് അൽ ബാബ്, അംർ ബിൻ ഉബൈദ് എന്നവരുടെ വാതിൽ ഞാൻ ഒരിക്കൽ മുട്ടുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, മൻ ഹാദ, ആരാണിത്? ഞാൻ പറഞ്ഞു, ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, ഗൈബ് അല്ലാഹുവിനെ അറിയുകയുള്ളൂ. ആരാണ് ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവില്ല, ഗൈബ് അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം മറുപടി നൽകിയതായി കാണാം. അപ്പോൾ മുൻഗാമികളുടെ ചരിത്രത്തിൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മുൻഗാമികളായ ആളുകൾ അവർ ഈ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്ന കാര്യമാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മെ അറിയിക്കുന്നത്. അടുത്തതായി നാം ഇതുവരെ സൂചിപ്പിച്ചത് ആളുകൾ താമസമുള്ള ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നതുപോലെ, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ ഫീഹാ മതാഉൻ ലക്കും, ആൾപ്പാർപ്പില്ലാത്തതും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുള്ളതുമായ അത്തരത്തിലുള്ള ഭവനങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല, അവിടെ എന്ത് വേണ്ടതില്ല, അനുവാദം ചോദിക്കേണ്ടതില്ല. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ആർക്കും പ്രത്യേകമായി അവകാശമില്ലാത്ത
പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുറന്നിട്ട സ്ഥലങ്ങൾ ഉണ്ടാകും, കമ്പോളങ്ങളും അതുപോലെ കടകളും. അത്തരം സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകം അനുവാദം ചോദിക്കേണ്ടതില്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം അഭിപ്രായപ്പെട്ട കാര്യം, വഴിയാത്രക്കാരായ ആളുകൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി, അവർക്ക് തങ്ങാൻ വേണ്ടി വഴിയരികിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ, അവിടെ പ്രവേശിക്കാൻ അനുവാദം ചോദിക്കേണ്ടതില്ല. കാരണം അതൊരു പൊതുവായ സ്ഥലമാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങാടികളിലെ കടകളാണ്, കച്ചവട സ്ഥാപനങ്ങൾ, കടകൾ, മാർക്കറ്റുകൾ. അവിടെ അത്തരം കടകളിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യേകം അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇത്തരത്തിൽ സജ്ജീകരിക്കപ്പെട്ട പൊതുവായ മാർക്കറ്റുകൾ, ആശുപത്രികൾ, അതുപോലെ വിമാനത്താവളങ്ങൾ, മറ്റുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊന്നും പ്രത്യേകം അനുമതി ചോദിക്കേണ്ടതില്ല എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? പൊതുവായ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തികളുടെ സ്വകാര്യതകൾ ഉണ്ടാവുകയില്ല, മറിച്ച് പൊതുവായ കാര്യങ്ങളായിരിക്കും. എന്നാൽ വീട്, ഒരു വ്യക്തിയുടെ വീട് എന്ന് പറയുന്നത് അവിടെ ആ വീട്ടിനുള്ളിലുള്ള ആളുകളുടെ സ്വകാര്യത മാനിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നതോ അതല്ലെങ്കിൽ ആ സ്വകാര്യത ലംഘിക്കപ്പെടുന്നതോ ആയ അവസ്ഥ വരുന്നില്ല. അതുകൊണ്ടാണ് അത്തരം ഘട്ടങ്ങളിൽ പ്രത്യേകമായ അനുമതി വേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. ഇനി പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു മസ്അലയാണ് അൽ-ഇസ്തിദാനു ദാഖിലൽ ബുയൂത്ത്. വീടിന്റെ ഉള്ളിൽ അനുമതി ചോദിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. ഒരാളുടെ വീട്ടിൽ അയാളും അയാളുടെ ഭാര്യയും അല്ലാതെ മറ്റുള്ള ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. അയാളുടെ ഉമ്മയുണ്ട്, അയാളുടെ മറ്റ് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം ചില പ്രത്യേകമായ റൂമുകൾ ഉണ്ടാകും. അപ്പോൾ വീടിന്റെ ഉള്ളിൽ ചില അനുമതി ചോദിക്കേണ്ട ഘട്ടങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. അത് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതാണ്. മാതാപിതാക്കളുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതുപോലെ പ്രായപൂർത്തിയായ നമ്മുടെ പെൺമക്കളാണെങ്കിൽ അവരുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ അവരുടെയൊക്കെ പ്രായപൂർത്തിയായ ആളുകളുടെ റൂമിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നിർബന്ധമായും അനുവാദം ചോദിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ, ചെറിയ കുട്ടികൾ, അവരും 3 ഘട്ടങ്ങളിൽ നിർബന്ധമായും അനുവാദം ചോദിക്കണം. പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ. എന്നാൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ആളുകളാകട്ടെ അവരെല്ലാ സന്ദർഭത്തിലും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. കുട്ടികൾ ഏതൊക്കെ സന്ദർഭത്തിലാണ് അനുമതി ചോദിക്കേണ്ടത്? മഹാനായ അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, സഅൽതു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, അസ്തഅ്ദിനു അലാ ഉഖ്തി, ഞാൻ എന്റെ സഹോദരിയുടെ അടുക്കലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ അനുവാദം ചോദിക്കേണ്ടതുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, നീ ചോദിക്കേണ്ടതുണ്ട്. അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്, കാരണം ആ സഹോദരി അവൾ എന്റെ സംരക്ഷണത്തിലാണ് വളർന്നത്, ഞാനാണ് അവർക്ക് ചെലവ് കൊടുക്കുന്നത്, അവരെ നോക്കുന്നതുമെല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ അരികിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കേണ്ടതുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതുഹിബ്ബു അൻ തറാഹുമാ ഉരിയാനതൈൻ. അദ്ദേഹം ചോദിക്കുകയാണ്, അവർ രണ്ടുപേരും, നിന്റെ സഹോദരിമാർ, അവർ വസ്ത്രമില്ലാത്തവരായി അതല്ലെങ്കിൽ പൂർണ്ണമായും ഔറത്ത് മറക്കാത്തവരായി കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയും എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അദ്ദേഹത്തെ ഓതി കേൾപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും 3 മർറാത്ത്, നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയവർ അഥവാ അടിമകളായ ആളുകൾ, അതുപോലെ തന്നെ നിങ്ങളിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾ, ആ 2 വിഭാഗം ആളുകളും 3 ഘട്ടങ്ങളിൽ 3 സന്ദർഭങ്ങളിൽ നിങ്ങളോട് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കണം. നിങ്ങളുടെ അടുത്ത് പ്രവേശിക്കണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഏതൊക്കെയാണ് 3 ഘട്ടങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന്റെ മുൻപുള്ള സമയമാണ്. അതുപോലെ തന്നെ വഹീന തദഊന സിയാബകും മിനൽ വഹീറ, ഉച്ച സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുന്ന ആ സമയം, ഉച്ചയുറക്കത്തിന്റെ ആ സമയമാണ്. രണ്ടാമത്തേത് വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം, ഇശാഇന് ശേഷം നിങ്ങളുടെ മക്കൾ, ഈ 3 സമയത്തും പ്രായപൂർത്തി എത്താത്ത മക്കളാണെങ്കിലും അവർ മറ്റുള്ളവരുടെ റൂമിലേക്ക്, മാതാപിതാക്കളുടെ റൂമിലേക്ക്, സഹോദരന്മാരുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സലാസു ഔറാത്തിൻ ലക്കും, ഈ 3 സന്ദർഭങ്ങൾ, ഈ 3 ഘട്ടങ്ങൾ അത് നിങ്ങളുടെ സ്വകാര്യമായ നിമിഷങ്ങളാണ്, സ്വകാര്യമായ സന്ദർഭങ്ങളാണ്. അള്ളാഹു ആ സമയത്തെ ഔറാത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. അഥവാ നിങ്ങൾ ആ സമയത്ത് വിശ്രമിക്കാൻ കിടക്കുന്ന അവസരങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിലെ പൊതുവെ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന സമയമാണ്.
അതുകൊണ്ട് ആ സമയത്ത് അനുവാദമില്ലാതെ പ്രവേശിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തത്, കാണാൻ ഇഷ്ടപ്പെടാത്തത് കണ്ടു എന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമം നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫലം യുഅ്മർ ഹഉലാഇ ബിൽ ഇദ്നി ഇല്ലാ ഫീ ഹാദിഹിൽ ഔറാത്തി സലാസ്. ഈ രണ്ട് വിഭാഗം ആളുകൾ ആരൊക്കെയാണ്? അടിമകളും അതുപോലെ പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളും. അവർ ഈ 3 ഘട്ടങ്ങളിൽ അവർ നിർബന്ധമായും എന്താക്കണം? അനുമതി ചോദിക്കണം. എന്നാലോ അദ്ദേഹം അടുത്ത ആയത്ത് ഓതുകയാണ്, വഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ ഫൽയസ്തഅ്ദിനു കമസ്തഅ്ദന അല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ കുട്ടികൾ അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർ മുൻപ് എങ്ങനെയാണോ അനുവാദം ചോദിച്ചത് അതുപോലെ തന്നെ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രായപൂർത്തിയായ ആളുകൾ അവർ ഏത് ഘട്ടത്തിലും ഈ 3 സന്ദർഭം മാത്രമല്ല, മറിച്ച് എല്ലാ സന്ദർഭത്തിലും അവർ മറ്റുള്ളവരുടെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം തേടേണ്ടതുണ്ട് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്പത്തിൽ തന്നെ അവർ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവർക്ക് വകതിരിവെത്തുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പയുടെ റൂമിലേക്ക് കടന്നു വരുമ്പോ, ഉമ്മയുടെ റൂമിലേക്ക് കടന്നു വരുമ്പോ ഈ സന്ദർഭങ്ങളിലൊക്കെ വാതിൽ മുട്ടി അനുവാദം ചോദിക്കണം. അനുവാദം ലഭിച്ചതിന് ശേഷമേ അകത്തേക്ക് പ്രവേശിക്കാവൂ എന്ന് മക്കളെ പഠിപ്പിക്കുകയും അവരെ ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായി കാണാം, അദ്ദേഹത്തിന്റെ മക്കളിൽ ആരെങ്കിലുമൊക്കെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹം അവരെ മാറ്റിക്കിടത്തും. എന്നിട്ടോ അദ്ദേഹത്തോട് അനുമതി ചോദിച്ചുകൊണ്ടല്ലാതെ അവരെ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പ്രവേശിപ്പിക്കാറില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ അടുക്കലേക്ക്, സഹോദരന്മാരുടെ അടുക്കലേക്ക്, സഹോദരിമാരുടെ അടുക്കലേക്കൊക്കെ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. എന്റെ ഉമ്മയല്ലേ, എന്റെ ഉപ്പയല്ലേ എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് കയറി ചെല്ലാൻ പാടില്ല. മഹാന്മാരായ സഹാബത്ത് അതിൽ കണിശമായ താക്കീതുകൾ നൽകിയതായി കാണാം. ഒരിക്കൽ ഒരു വ്യക്തി ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അസ്തഅ്ദിനു അലാ ഉമ്മി, ഞാൻ എന്റെ ഉമ്മയുടെ അടുക്കലേക്ക് കയറുമ്പോൾ അനുവാദം തേടേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ലം തസ്തഅ്ദിന അലൈഹാ റഅയ്ത മാ തക്റഹു. നീ അനുവാദം തേടാതെയാണ് കയറുന്നതെങ്കിൽ നീ വെറുക്കുന്ന വല്ലതും നീ കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. ഒരു വ്യക്തി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അദ്ദേഹം ഇതേ ചോദ്യം ചോദിക്കുകയാണ്, എന്റെ ഉമ്മയുടെ അടുക്കലേക്ക് പ്രവേശിക്കുമ്പോ ഞാൻ അനുവാദം ചോദിക്കേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, മാ അലാ കുല്ലി അഹ്യാനിഹാ തുഹിബ്ബു അൻ തറാഹ. നിന്റെ ഉമ്മയെ എല്ലാ അവസ്ഥകളിലും നീ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചതായി കാണാം. അതുകൊണ്ട് ഈ ഒരു അദബ്, ഈ ഒരു മര്യാദ, അത് വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ അനുവാദം ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക, പാലിക്കുക. അടുത്തതായി ഇദ്നു മൻ യുസല്ലി ഇദാ സ്തുഅ്ദിന അലൈഹി. നമസ്കരിക്കുന്ന ആളോട് ആരെങ്കിലും അനുവാദം ചോദിച്ചാൽ ആ നമസ്കരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് അവന് അനുവാദം കൊടുക്കേണ്ടത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അവിടുന്ന് ഉദ്ധരിക്കുകയാണ്, ഇദാ സ്തുഅ്ദിന അലർ റജുലി വഹുവ യുസല്ലി ഫഇദ്നുഹു തസ്ബീഹ്. ഒരു വ്യക്തി, ഒരു പുരുഷൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാൻ ആരെങ്കിലും ഒക്കെ അനുവാദം ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് അനുവാദം കൊടുക്കേണ്ടത്? അദ്ദേഹത്തിന്റെ അനുവാദം എങ്ങനെയാണ്? അത്തസ്ബീഹ് അഥവാ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. അത് പറയുന്നതോടുകൂടി അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു. അതോടൊപ്പം ഞാൻ അനുവാദം ചോദിക്കപ്പെട്ട വ്യക്തി അദ്ദേഹം നമസ്കാരത്തിലാണ് എന്ന് അതിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. രണ്ടാമത്തേതോ ഇനി ഒരു സ്ത്രീയോടാണ് അനുവാദം ചോദിക്കപ്പെട്ടതെങ്കിൽ അവർ നമസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും അനുവാദം ചോദിച്ചാൽ അവരുടെ അനുവാദം നൽകൽ അത് തസ്വീഖാണ്. തസ്വീഖ് എന്ന് പറഞ്ഞാൽ വലത് കൈയിന്റെ ഉൾഭാഗം കൊണ്ട് ഇടത് കൈയുടെ പുറത്തിങ്ങനെ അടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുക, അതിനാണ് പറയാ തസ്വീഖ് എന്ന് പറയുക. അതാണ് ഒരു സ്ത്രീ അവൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അപ്രകാരമാണ് ആരെങ്കിലും അനുവാദം ചോദിച്ചാൽ അതിന് മറുപടി നൽകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അടുത്തൊരു മസ്അലയാണ് ഇസ്നുൽ മർഅതി ഫീ ബൈതി സൗജിഹാ. ഒരു സ്ത്രീ, ഒരു ഭാര്യ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കടന്നു വരുന്ന ആളുകൾ ഉണ്ടാവും. ആ ഭർത്താവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവൾ എങ്ങനെയാണ് അനുമതി നൽകേണ്ടത് എന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ലാ യഹില്ലു ലിൽ മർഅതി അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ സുന്നത്തായ നോമ്പനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒരു സ്ത്രീക്കും അപ്രകാരം നോമ്പെടുക്കാൻ പാടില്ല, സുന്നത്തായ നോമ്പെടുക്കാൻ പാടില്ല. രണ്ടാമതായി റസൂലുള്ളാഹി പറയുന്നു, വലാ തഅ്ദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആർക്കും അവൾ പ്രവേശനാനുമതി നൽകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ തന്റെ ഭർത്താവിന്റെ അനുമതിയില്ലാതെ
അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആർക്കും പ്രവേശനം നൽകാതിരിക്കുക എന്നുള്ളത് അതൊരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതയാണ്, കടമയാണ്. തന്റെ ഭർത്താവിന്റെ അനുമതിയുള്ളവരെ മാത്രമേ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാവൂ എന്നുള്ളത് ഭർത്താവിനോടുള്ള ബാധ്യതയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ്. എന്നാൽ ഇതിന് പല സന്ദർഭങ്ങൾ, പല അവസ്ഥകളുമുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് അനുവാദം നൽകുകയാണ്, വ്യക്തമായി വാക്കുകൊണ്ട് അവൾക്ക് അനുവാദം കൊടുക്കുകയാണ്. നിനക്ക് മഹ്റമായ പുരുഷന്മാർ, നിന്റെ കുടുംബക്കാർ കടന്നു വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റ് നിന്റെ കൂട്ടുകാരികളായ സ്ത്രീകളോ മറ്റൊക്കെ കടന്നു വരികയാണെങ്കിൽ നിനക്ക് അവരെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് അദ്ദേഹം അവൾക്ക് മൊത്തത്തിൽ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കടന്നു വരുമ്പോൾ അനുവാദം നൽകാവുന്നതാണ്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാഉള്ള വിഷയമാണ്. ഇനി അതേപോലെ തന്നെ ഭർത്താവ് അദ്ദേഹം ചില ആളുകളുടെ പേരെടുത്തുകൊണ്ട് ഇന്നയാളെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്, അയാളെ എന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത്, ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അത്തരത്തിലുള്ള ഒരാൾക്കും അനുവാദം കൊടുക്കരുത് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയും ചെയ്താൽ അത്തരം ഘട്ടത്തിൽ ആ ഭാര്യയ്ക്ക് അയാൾക്ക് വീട്ടിലേക്ക് അനുവാദം നൽകാൻ പാടില്ല, അവളുടെ മേൽ അത് ഹറാമാണ്. എന്നാൽ മൂന്നാമതൊരു ഘട്ടമുണ്ട്. ഭർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു, ആ സമയത്ത് ഒരു സ്ത്രീ അവളുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തി തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അതെന്റെ ഭർത്താവിന് കുഴപ്പമുണ്ടാവുകയില്ല എന്ന് ആ സ്ത്രീക്ക് തോന്നുകയാണെങ്കിൽ, ആ സ്ത്രീയുടെ പരിചയം വെച്ചുകൊണ്ട് അവൾ ആ നിഗമനത്തിൽ എത്തുകയാണെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് അവർക്ക് അനുമതി കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, ആ സ്ത്രീ അവളുടെ നിഗമനത്തിൽ അവൾ കണ്ടെത്തുന്ന കാര്യം ഈ വ്യക്തിയെ എന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്റെ ഭർത്താവ് അത് വെറുക്കുന്ന കാര്യമാണ് എന്നാണ് അവൾക്ക് തോന്നുന്നതെങ്കിൽ ആ ഘട്ടത്തിൽ അവൾ എന്താക്കാൻ പാടില്ല, വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലാ തഅ്ദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിന്റെ അനുമതി കൂടാതെ മറ്റൊരാളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ഏത് ഘട്ടത്തിലാണ്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വഹുവ മഹ്മൂലുൻ അലാ മാ ലാ തഅലമു റിള സൗജി ബിഹി, ഭർത്താവിന്റെ തൃപ്തിയെക്കുറിച്ച് ഭാര്യയ്ക്ക് അറിവില്ലാത്ത ഘട്ടത്തിലാണ് അത് ബാധകമാകുന്നത്. എന്നാൽ തന്റെ ഭാര്യയ്ക്ക് അറിയാം ഇയാൾ കയറുന്നത് എന്റെ ഭർത്താവിന് തൃപ്തിയുള്ള കാര്യമാണ് എന്ന് അറിയാമെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ എന്താക്കാം? പ്രവേശിപ്പിക്കാം. ഉദാഹരണമായി അവളുടെ വീട്ടിലേക്ക് തന്റെ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ അവരൊക്കെ അതിഥികളായി വരികയാണ്, അതല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളൊക്കെ അതിഥികളായി വരികയാണ്. ആ ഭാര്യയ്ക്കറിയാം എന്റെ ഭർത്താവിന് ഇവർ എന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിന് തൃപ്തിയാണെന്ന് അവൾക്കറിയാം. അത്തരം ഘട്ടങ്ങളിൽ ആ സ്ത്രീക്ക് അവളുടെ ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാവുന്നതാണ് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ നൽകിയതായി കാണാം. ഇനി ഇതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു മസലയാണ്, ഒരു ഭർത്താവിന് അവളുടെ ഭാര്യയുടെ കുടുംബക്കാർ, ഭാര്യയുടെ ഉപ്പ, ഭാര്യയുടെ ഉമ്മ, അതല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരന്മാർ, അവരെ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാതെ തടയാൻ അനുവാദമുണ്ടോ എന്നുള്ള കാര്യം. ഭാര്യയുടെ അടുത്ത ആളുകളെ തന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും ഒരു ശരിയായ വീക്ഷണമായി അവർ പറഞ്ഞ കാര്യം, ഒരു ഭർത്താവിന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാതാപിതാക്കളെ അതല്ലെങ്കിൽ ആ ഭാര്യയുടെ മഹ്റമുകളെ അവരെ തടയാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബിലും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെ ഒരു അഭിപ്രായം അനുസരിച്ച് ആ വ്യക്തിക്ക് തടയാം. കാരണം ആ വീടിന്റെ ഉടമസ്ഥനാരാണ്? അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആര് പ്രവേശിക്കണം, ആര് പ്രവേശിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് തടയാനുള്ള അനുവാദമുണ്ട് എന്നാണ് ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലുമുള്ള ഒരു അഭിപ്രായം. എന്നാൽ ഹൻബലി മദ്ഹബിലുള്ള അഭിപ്രായ പ്രകാരം ഇത്തരത്തിൽ ഭാര്യയുടെ മാതാപിതാക്കളെ അവർ വീട് സന്ദർശിക്കുന്നതിനെ തടയാൻ പാടില്ല. കാരണം അതെന്താണ്? അതൊരു കുടുംബ ബന്ധം മുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് അത് എല്ലാ സമയത്തും അത് ഹറാമക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ അഭിപ്രായങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് അവർ പറഞ്ഞതായി കാണാം, ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാതാപിതാക്കളെ തടയുക, വീട്ടിലേക്ക് പ്രവേശനത്തിന് അനുമതി കൊടുക്കാതിരിക്കുക എന്നുള്ളത് അത് പാടുള്ള കാര്യമല്ല. കാരണം അതിൽ കുടുംബ ബന്ധം മുറിക്കലുണ്ട്. അതുപോലെ തന്നെ അവർ രേഖപ്പെടുത്തിയതായി കാണാം, ഒരു വ്യക്തി എപ്പോഴും പരിശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? കുടുംബ ബന്ധം ചേർക്കുവാനും അതുപോലെ ആളുകൾക്കിടയിലുള്ള കുഴപ്പങ്ങൾ അകറ്റി അവർക്കിടയിൽ സുലഹ് ഉണ്ടാക്കാനാണ് എപ്പോഴും പരിശ്രമിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ തന്റെ ഭാര്യയുടെ അടുത്ത ആളുകളെ അവർക്ക് അനുമതി നൽകാതിരിക്കുമ്പോൾ അത് കുടുംബ ബന്ധം മുറിക്കലും അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ തന്റെ ഭാര്യയുടെ മാതാപിതാക്കളെ അവരെ ആദരിക്കുക, അവരെ സൽക്കരിക്കുക, അവരെ ബഹുമാനിക്കുക എന്നുള്ളത് അത് തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. ഒരാൾ തന്റെ ഭാര്യയെ ആദരിക്കുന്നതിന്റെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഭാര്യയുടെ മാതാപിതാക്കൾ, അവരുടെ അടുത്ത ആളുകൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ കാര്യമാണ്, ഇത്തരത്തിൽ ഭാര്യയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത ആളുകൾ അവർ വീട്ടിലേക്ക് വരുന്നത് ആ വീട്ടിലുള്ള ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കാനാണെന്ന് വിചാരിക്കുക. അത്തരത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാകും. ഭാര്യയുടെ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയുടെ മാതാപിതാക്കൾ തന്നെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാനാണ്, അവർ ഒരു കുഴപ്പമുണ്ടാക്കും കടന്നു വരികയാണെങ്കിൽ എന്ന് ആ ഭർത്താവിന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഒരു തിന്മയെ തടുക്കുക എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? വീട്ടിലേക്കുള്ള പ്രവേശനാനുമതി അദ്ദേഹത്തിന് തടഞ്ഞു വെക്കാവുന്നതാണ്. അതിൽ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്നുകൂടി പണ്ഡിതന്മാർ ഇതിന്റെ കൂടെ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് രണ്ടാമത്തെ അദബുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യമായ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുമതി തേടുന്ന വിഷയമാണ് ഗ്രന്ഥകാരൻ സൂചിപ്പിച്ചത്. മൂന്നാമത്തെ മര്യാദ ഭക്ഷണ മര്യാദയുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മര്യാദയാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഉറങ്ങുക, വിശ്രമിക്കുക, ജോലിക്ക് പോവുക, ഇതൊക്കെ ദീനിൽ ഇത്തരം കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് അൽ മുബാഹാത്ത്, അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അത് നല്ല നിയ്യത്തുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ അതുവഴി കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ആദാബുകൾ പറയുന്നതിന്റെ തൊട്ടു മുൻപിലായി പറയുന്ന കാര്യമാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല നിയ്യത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവാനാണ്, ഒരു ഉന്മേഷം കിട്ടാനാണ്, അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിൽ ഏർപ്പെടാനാണ്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള നന്മകളിൽ മുന്നേറുവാനാണ് എന്നൊരു നിയ്യത്ത് കൂടി നമ്മൾ വെക്കുകയാണെങ്കിൽ ധാരാളം പ്രതിഫലങ്ങളാണ് അതുവഴി നമുക്ക് ലഭിക്കുന്നത്. മഹാനായ സഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞതായി കാണാം, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ. നീ ചെലവഴിക്കുന്ന, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ ഓരോ ചെലവഴിക്കുന്ന കാര്യത്തിനും അതിന് നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഹത്താ മാ തജ്അലു ഫീ ഫമി ഇംറഅതിക്, നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പിടി ചോറിന് പോലും, അതിന് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം നിനക്ക് ലഭിക്കും. എങ്ങനെയാണെങ്കിൽ നീ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നാം ചെലവഴിക്കണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാറുണ്ട്, അത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. എന്നിരുന്നാലും ആ ഘട്ടത്തിൽ നമ്മൾ നിയ്യത്ത് വെക്കുക, എന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നത് അതെന്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ യാചിക്കാതിരിക്കാൻ വേണ്ടി ഹലാലായ മാർഗത്തിലൂടെ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള നിയ്യത്തുകളൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ധാരാളം പ്രതിഫലങ്ങൾ അതുവഴി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്നൽ ഇൻസാന ഇദാ ഫഅല ശൈഅൻ അസ്ലുഹു അലൽ ഇബാഹ. ഒരു മനുഷ്യൻ അദ്ദേഹം അസ്ലിയായി മുബാഹായ ഒരു കാര്യം, അതിന്റെ അടിസ്ഥാനം മുബാഹാണ്, അങ്ങനെയുള്ള ഒരു കാര്യം അവൻ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ നിയ്യത്തോടു കൂടി അവൻ ചെയ്യുകയാണെങ്കിൽ യുസാബു അലൈഹി, അവൻ അതിന്റെ മേൽ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞതായി കാണാം. വദാലിക കൽ അക്ലി ബിനിയ്യതി തഖവി അലാ തഅത്തില്ലാ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അതിനുള്ള ഉന്മേഷം ലഭിക്കാൻ, ആരോഗ്യം ലഭിക്കാൻ ഭക്ഷണം കഴിക്കുക, ആ നിയ്യത്തോടു കൂടി ഭക്ഷണം കഴിക്കുക. വന്നൗമി ലിലിസ്തിറാഹതി ലിയഖൂമ ഇലൽ ഇബാദത്തി നശീതൻ, ഊർജ്ജസ്വലതയോടുകൂടി ഇബാദത്ത് ചെയ്യാൻ അതിനുവേണ്ടി ഉറങ്ങുക, വിശ്രമിക്കുക. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് ഈ നിയ്യത്ത് വെക്കാം, രാവിലെ സുബഹിന് നേരത്തെ എഴുന്നേൽക്കണം, തഹജ്ജുദിന് എഴുന്നേൽക്കണം, നല്ല ഉന്മേഷത്തോടു കൂടി ഇബാദത്ത് ചെയ്യണം, അതിനുവേണ്ടിയാണ് വിശ്രമിക്കുന്നത് എന്ന നിലയ്ക്കാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിൽ അവന്റെ ആ ഉറക്കം പോലും ഇബാദത്താണ്, അതിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകുന്നുണ്ട് എന്നാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ വലിസ്തിംതാഇ ബിസൗജതിഹി വജാരിയതിഹി ലിയകുഫ നഫ്സഹു വബസറഹു വനഹ്വഹുമാ അനിൽ ഹറാം. അദ്ദേഹം പറയുകയാണ്, നമ്മൾ നമ്മുടെ ഭാര്യയുമായി സല്ലപിക്കുന്ന രംഗങ്ങൾ, സ്വകാര്യമായ നിമിഷങ്ങൾ, അതുപോലും നമുക്ക് പ്രതിഫലാർഹമായി തീർക്കാം. നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും ഹറാമിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ ഭാര്യയുടെ ആ അവകാശം നിറവേറ്റുന്നതിന് വേണ്ടി, അതോടൊപ്പം ആ ഭാര്യയുമായുള്ള ആ വീഴ്ചകളിലൂടെ സാലിഹായ ഒരു സന്താനത്തെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ആ നിയ്യത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള സമയം നമ്മൾ ചെലവഴിക്കുന്നതെങ്കിൽ അതും നമുക്ക് അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലം നൽകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്, മുബാഹായ കാര്യങ്ങൾ, അതിനെ നമുക്ക് പ്രതിഫലാർഹമുള്ള ഇബാദത്തുകളാക്കി മാറ്റാൻ കഴിയും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു അടിസ്ഥാന തത്വമാണ് അൽ മുബാഹാതു തൻഖലിബു ഇബാദാത്തിൻ ബിന്നിയാത്തി സ്സാലിഹാത്ത്. നല്ല നിയ്യത്തുകൾ കൊണ്ട് നമ്മുടെ ശീലങ്ങളെ, നമ്മുടെ ദിനചര്യകളെ നമുക്ക് എന്താക്കാം, ഇബാദത്താക്കി മാറ്റാൻ കഴിയും. അപ്പൊ രാവിലെ ജോലിക്ക് പോകുന്ന അയാൾ
അയാൾക്ക് എന്റെ നിയ്യത്ത് വെക്കാം, ഞാൻ ജോലിക്ക് പോകുന്നത് എന്റെ കുടുംബത്തിന്റെ മേൽ അവർക്ക് ചിലവിന് കൊടുക്കുക എന്നുള്ളത് എന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതുപോലെ അള്ളാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെ അവരെ ഭക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജോലിയിലേക്ക് ഞാൻ പോകുന്നത് എന്ന അർത്ഥത്തിൽ ആ നിയ്യത്തോടുകൂടി ഒരാൾ പുറപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ എത്ര പ്രതിഫലങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നൽ മുസ്ലിമ ഇദാ അൻഫഖ അലാ അഹ്ലിഹി നഫഖതൻ വഹുവ യഹ്തസിബുഹാ കാനത് ലഹു സദഖതൻ. റസൂലുള്ളാഹി പറയുകയാണ്, മുസ്ലിമായ ഒരു വ്യക്തി അവൻ തന്റെ കുടുംബത്തിന് ചെലവ് കൊടുക്കുകയാണ്, ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നൽകുന്ന ഓരോ സമ്പത്തും അത് സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് നമ്മുടെ ചര്യകളെ, ശീലങ്ങളെ ഇബാദത്തുകളാക്കി മാറ്റാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അഖറഉ വ അനാമു, ഞാൻ രാത്രി എഴുന്നേറ്റ് നിന്ന് ദീർഘമായി പാരായണം ചെയ്ത് ഞാൻ നമസ്കരിക്കും, പിന്നീട് ഞാൻ വീണ്ടും ഉറങ്ങും, എന്നിട്ട് സുമ്മ അഖൂമു, ഉറങ്ങിയതിനു ശേഷം വീണ്ടും ഞാൻ എഴുന്നേറ്റ് നമസ്കരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഅതഖവ്വ ബിനൗമതി അലാ ഖൗമതി, ഞാൻ ഉറങ്ങുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാനുള്ള ശക്തി നേടാൻ, ആ ക്ഷീണമകറ്റി ഒരു ഉന്മേഷത്തോടു കൂടി നമസ്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സുമ്മ അഹ്തസിബു നൗമതി ബിമാ അഹ്തസിബു ബിഹി ഖൗമതി, എന്റെ നിസ്കാരത്തിന് ലഭിക്കുന്ന അതേ പ്രതിഫലം എന്റെ ഉറക്കത്തിനും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഇത് നിസ്സാരമായ കാര്യമല്ല, മറിച്ച് ധാരാളം പ്രതിഫലങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ചെറിയൊരു നിയ്യത്ത് മാറ്റുന്നതിലൂടെ അള്ളാഹുവിന് വേണ്ടിയാക്കുക എന്നൊരു നിയ്യത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം പണ്ഡിതന്മാർ അവർ പറഞ്ഞതായി കാണാം, ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതുൻ വആദാതു അഹ്ലിൽ യഖളതി ഇബാദാതുൻ. യാതൊരു ഉദ്ദേശവുമില്ലാതെ പ്രത്യേകമായ നിയ്യത്തുകളൊന്നും കരുതാതെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു മെഷീൻ ഓണാക്കിയതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നു, പള്ളിയിൽ പോകുന്നു, വരുന്നു, നിസ്കരിക്കുന്നു, അങ്ങനെ പ്രത്യേകമായ ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരുടെ ഇബാദത്തുകൾ പോലും അത് കേവലം ആദാത്തുകളാണ്, കേവലം ചില ചര്യകളാണ്, ശീലങ്ങളാണ് അവർക്ക്. എന്നാൽ ഉണർവോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഏത് കാര്യം ചെയ്യുമ്പോഴും ഉണർന്നിരിക്കുന്ന നല്ല നിയ്യത്തുകൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ആളുകൾ, അവരുടെ ഇത്തരത്തിലുള്ള ശീലങ്ങൾ പോലും എന്താണ്? ഇബാദത്തുകളാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി. മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമുണ്ട്, റുബ്ബ അമലിൻ സഗീരിൻ തുഅദ്ദിമുഹു നിയ്യ, എത്ര ചെറിയ അമലുകളാണ് അതിനെ നിയ്യത്ത് അതിനെ വലുതാക്കി തീർക്കുകയാണ്. വറുബ്ബ അമലിൻ കബീരിൻ തുഹക്കിറുഹു നിയ്യ, എത്രയോ വലിയ അമലുകളുണ്ട്, പക്ഷേ നിയ്യത്ത് കേടുവന്നതിനാൽ, നിയ്യത്തില്ലാത്തതിനാൽ അത് ആ അമലിനെ നിസ്സാരമാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഭക്ഷണ മര്യാദകൾ അത് പറയുന്നതിന് മുൻപായി, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള നല്ല നല്ല നിയ്യത്തുകൾ കരുതുവാൻ, മനസ്സിൽ കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുവഴി ധാരാളം നന്മകൾ, പ്രതിഫലങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ഗ്രന്ഥകാരൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, മൂന്നാമത്തെ മര്യാദയായി അദ്ദേഹം പറയുന്നു, സമ്മില്ലാഹ് ഫി ഇബ്തിദാഇ അക്ലിക വശുർബിക ഖായിലൻ ബിസ്മില്ലാഹ്, ഭക്ഷിക്കുന്നതിനും കുടിക്കുന്നതിനും മുൻപായി നീ ബിസ്മില്ല എന്ന് പറയുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നതിന് മുൻപ് ബിസ്മില്ല എന്നതിന്റെ തുടക്കത്തിൽ പറയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ കാര്യമാണ്. മഹാനായ സഹാബി ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുൻതു ഗുലാമൻ ഫി ഹജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ റസൂലിന്റെ ശിക്ഷണത്തിൽ, റസൂലിന്റെ കീഴിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വകാനത് യദി തതീഷു ഫി സഹ്ഫ, അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചെറിയ കുട്ടിയാണ്, എന്റെ കൈ ആ ഭക്ഷണ തളികയുടെ പല ഭാഗത്തേക്കും ഇങ്ങനെ പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, യാ ഗുലാമു സമ്മില്ലാഹ് വകുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്. ആ മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, പൊന്നുമകനെ നീ ബിസ്മില്ല പറയുക, അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുക, അതുപോലെ വലത് കൈ കൊണ്ട് നീ ഭക്ഷിക്കുക, നിന്റെ മുൻപിലുള്ളത് നീ കഴിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറിയ മകന് ഉപദേശം നൽകിയതായി കാണാം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉമ്മു സുലൈമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രത്യേക ഭക്ഷണം തയ്യാറാക്കാൻ പറയുകയാണ്. അങ്ങനെ ആ ഭക്ഷണവുമായി മഹാനായ അനസ് ബിൻ മാലിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തി. എന്നിട്ട് ആ ഹദീസിൽ കാണാം, ഫവദഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഹു, റസൂലുള്ളാഹി തന്റെ കൈ ആ ഭക്ഷണത്തിലേക്ക് വെക്കുകയും വസമ്മ അലൈഹി, എന്നിട്ട് ബിസ്മി ചൊല്ലുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, 10 ആളുകൾക്ക് കൂടി ആ ഭക്ഷണം കഴിക്കാൻ, അതിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുകയും, എന്നിട്ട് അവരോട് റസൂലുള്ളാഹി പറയുകയാണ്, കുലു
വസമ്മുല്ലാഹ്, നിങ്ങൾ ഭക്ഷിക്കുക, അതോടൊപ്പം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ അകല അഹദുക്കും തആമൻ ഫൽയഖുൽ ബിസ്മില്ലാഹ്, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിലും വല്ല ഭക്ഷണവും കഴിക്കുകയാണെങ്കിൽ അവൻ ബിസ്മില്ല പറഞ്ഞുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് ബിസ്മില്ലാഹ് അതിൽ പരിമിതപ്പെടുത്തലാണ് ഏറ്റവും ശരിയായ രൂപം. നബിയുടെ സുന്നത്ത് അതാണ്. ബിസ്മി പൂർണ്ണമായും പറയേണ്ടതില്ല, മറിച്ച് ബിസ്മില്ലാഹ് എന്ന് പറയുന്നതിലൂടെ തന്നെ ആ ഒരു സുന്നത്ത് അവിടെ നടപ്പിലാകുന്നതാണ്. ഇനി ഒരാൾ ബിസ്മില്ല എന്ന തുടക്കത്തിൽ മറന്നുപോയാൽ അവൻ അതിന് പകരമായി എന്താണ് പറയേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ഫഇൻ നസിയ ഫീ അവ്വലിഹി, അവൻ ഭക്ഷണത്തിന്റെ തുടക്കത്തിൽ അത് മറന്നുപോയാൽ ഫൽയഖുൽ ബിസ്മില്ലാഹി ഫീ അവ്വലിഹി വ ആഖിരിഹി, ബിസ്മില്ലാഹി ഫീ അവ്വലിഹി വ ആഖിരിഹി എന്നവൻ പറയട്ടെ. മറ്റേ ഹദീസിൽ കാണാം ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ഈ രണ്ട് രൂപത്തിലും നമുക്ക് എന്താക്കാം, ബിസ്മില്ലാഹി എന്ന് പറയാൻ തുടക്കത്തിൽ പറയാൻ മറന്നുപോയാൽ അവനത് ചെയ്യാവുന്നതാണ്. ഇതെപ്പോഴാണ് പറയേണ്ടത്? ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഓർമ്മ വന്നാലാണ്. എന്നാൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നീട് ഒരു പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അടുത്ത മര്യാദയാണ് വകുൽ ബി യമീനിക്, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിക്ക് നൽകിയ ഉപദേശത്തിൽ നമുക്ക് കാണാം, യാ ഗുലാം സമ്മില്ലാ വകുൽ ബി യമീനിക്, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഭക്ഷണത്തിന്റെ മര്യാദകൾ അവിടുന്ന് പകർന്നു കൊടുക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അകല അഹദുക്കും ഫൽയഅകുൽ ബി യമീനിഹി, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ അവൻ വലത് കൈ കൊണ്ട് ഭക്ഷിക്കട്ടെ. വ ഇദാ ശരിബ ഫൽയശ്റബ് ബി യമീനിഹി, ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ വല്ലതും കുടിക്കുകയാണെങ്കിൽ അവൻ വലത് കൈ കൊണ്ട് കുടിക്കട്ടെ. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, പിശാചാണ്, ശൈത്താനാണ് വലത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഈ ഒരർത്ഥത്തിൽ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ തഅകുലു ബിശിമാൽ, നിങ്ങൾ വലത് കൈ കൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല, വെള്ളം ഭക്ഷിക്കാൻ പാടില്ല. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാൽ, നിശ്ചയം ശൈത്താനാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കാറുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ ഇയാസ് ബിൻ സലമത ബിൻ അക്വ അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുകയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, കുൽ ബി യമീനിക്, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക. ആ സമയത്ത് ആ വ്യക്തി പറയുകയാണ്, ലാ അസ്തതീ, എനിക്കതിന് കഴിയുകയില്ല. അദ്ദേഹത്തിന് വലത് കൈ കൊണ്ട് ഭക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ വലത് കൈയിന് യാതൊരു പ്രയാസവുമില്ല, തടസ്സവുമില്ല. മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അദ്ദേഹം വഇന്നമാ ഖസദൽ മുഖാലഫ, നബിയോട് എതിരാവുക എന്നുള്ളത് മാത്രമാണ് ആ വ്യക്തി ഉദ്ദേശിച്ചത്. നബിയുടെ ആ കൽപ്പനയോട് അദ്ദേഹം എതിരാവുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ലസ്തതഅത, നിനക്ക് കഴിയാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി ആ വ്യക്തിക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായിക്കൊണ്ട് ഒരു പ്രവർത്തനം ചെയ്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനനുസൃതമായി അപ്രകാരം പറയുകയുണ്ടായി. എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബിമാർ അവർ രേഖപ്പെടുത്തിയതായി കാണാം, മാ മനഅഹു ഇല്ലൽ കിബ്ർ, ആ വ്യക്തിയെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കാൻ അദ്ദേഹത്തെ തടഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ് എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നിട്ട് അവർ പറഞ്ഞു, ഫമാ റഫഅഹാ ഇലാ ഫീഹ്, പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് ആ വലത് കൈ വായയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ വലത് കൈ അത് മരക്കഷ്ണം പോലെ ചലിപ്പിക്കാൻ കഴിയാത്ത വിധം അതായി തീർന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇവിടെ രണ്ട് പാഠങ്ങളാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അത് ധിക്കരിക്കുന്ന ആളുകൾ, അവർക്ക് ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള ശിക്ഷകൾ നൽകുന്നതാണ്. അതോട് റസൂലിന്റെ ഒരു കൽപ്പനയോടും നമ്മൾ എതിര് പ്രവർത്തിക്കാൻ പാടില്ല. അതും ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അതുപോലെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ്, മറ്റൊരു അദബാണ്, യുസ്തഹബ്ബു അൻ യഅകുല ബിസലാസി അസാബിഅ, 3 വിരലുകൾ കൊണ്ട് ഭക്ഷിക്കുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅകുലു ബിസലാസി അസാബിഅ, റസൂലുള്ളാഹി 3 വിരലുകൾ കൊണ്ടായിരുന്നു ഭക്ഷിക്കാറുണ്ടായിരുന്നത്. വയൽഅഖു യദഹു ഖബ്ല അൻ യംസഹഹ, ആ വിരലുകൾ അത് തുടക്കുന്നതിന് മുൻപായി റസൂലുള്ളാഹി ആ വിരലുകളെ അവിടുന്ന് അതിൽ പറ്റിപ്പിടിച്ച ഭക്ഷണങ്ങളെ അവിടുന്ന് ഈമ്പിയെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു വിരൽ കൊണ്ട് ഭക്ഷിക്കുക എന്നുള്ളത് കഴിയില്ല.
2 വിരൽ കൊണ്ടും കഴിയില്ല. 3 വിരലുകൾ കൊണ്ടാണെന്ത് നമ്മുടെ വായക്ക് ഒതുങ്ങുന്ന ഭക്ഷണം 3 വിരലാണ്. 4ഉം 5ഉം എന്ന് പറയുന്നത് അത് വായക്ക് താങ്ങുന്നതിനും അപ്പുറമാണ്, നമ്മുടെ വായക്ക് താങ്ങുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ 3 വിരലുകൾ അതാണ് ഏറ്റവും ഒരു മധ്യമമായ നിലപാട്, മധ്യമമായ ഒരു രീതി എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതോടൊപ്പം അവർ ചേർത്ത് പറഞ്ഞ കാര്യമാണ്, എന്നാൽ 3 വിരൽ കൊണ്ട് എടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള വസ്തുക്കളാണെങ്കിൽ അത് നമുക്ക് എന്താക്കാം, എത്ര വിരലുകൾ നമുക്ക് അതിന് ആവശ്യമായി വരുമോ, സഹായമായി വരുമോ, അത്രയും വിരലുകളുടെ സഹായം നമുക്ക് തേടാവുന്നതാണ്. 3 വിരൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു ഭക്ഷിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു മര്യാദയാണ് വക്കുൽ മിമ്മ യലീക്, നിന്റെ അരികിലുള്ളത്, നിന്റെ തൊട്ട് മുൻപിലുള്ളത് നീ ഭക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിക്ക് നൽകിയ ഉപദേശത്തിൽ നമുക്ക് കാണാം, വക്കുൽ മിമ്മ യലീക, നിന്റെ അരികിലുള്ളത് നീ ഭക്ഷിക്കുക. ഇതെപ്പോഴാണ്? ഒരു ഭക്ഷണത്തളികയിൽ, ആ ഭക്ഷണത്തളികയിൽ ഒരു തരം ഭക്ഷണം മാത്രമാണ് നിന്റെ മുൻപിലുള്ളതെങ്കിൽ നീ അങ്ങനെയാണ് കഴിക്കേണ്ടത്. എന്നാൽ ഭക്ഷണത്തളികയിൽ ഒരു ഭാഗത്ത് ഭക്ഷണത്തിന്റെ മറ്റൊരു ഇനമുണ്ട്, കറി മറ്റൊരു ഭാഗത്താണ്, അതുപോലെ മറ്റു സാധനങ്ങൾ മാംസവും അതൊക്കെ വേറെ ഭാഗത്താണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഭാഗത്ത് നിന്നും ഭക്ഷണങ്ങൾ എടുക്കുന്നതിന് വിരോധമില്ല, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു അടുത്ത ആദാബായി മര്യാദയായി അവർ പറഞ്ഞു, വഇദാ ഫറഗ്ത, നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫൽഅഖ് അസാബിഅക്, നിന്റെ വിരലുകളിൽ ബാക്കിയായ ഭക്ഷണങ്ങൾ അത് നീ വൃത്തിയായി കഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇദാ അകല അഹദുകും തആമൻ, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ ഫലാ യംസഹ് യദഹു ഹത്താ യൽഅഖഹ ഔ യുൽഇഖഹ, റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങൾ അത് ഒന്നുകിൽ നിങ്ങൾ തന്നെ വടിച്ചെടുക്കുക, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വടിപ്പിച്ചെടുക്കുകയോ ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നമ്മുടെ വിരലുകൾ അത് നമ്മൾ സ്വയം ഊമ്പുക, അതല്ലെങ്കിൽ നമ്മുടെ വിരലുകൾ അത് ഊമ്പാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇത് പറയപ്പെട്ടതായി കാണാം. അതുപോലെ നമ്മുടെ ചെറിയ മക്കളുടെ വിരൽ അതെന്താക്കാം, മാതാപിതാക്കൾക്ക് അതിലുള്ള ഭക്ഷണങ്ങൾ, ആ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ അത് ഊമ്പിയെടുക്കുന്നത് കൊണ്ട് കുഴപ്പമുള്ള കാര്യമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു സുന്നത്താണിത്. ഭക്ഷണത്തിലെ ഒന്നും തന്നെ അത് പാഴാക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ഇത് ഏത് സദസ്സിൽ വെച്ചും നമുക്ക് എന്താക്കാം, ഈ ഒരു സുന്നത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദയാണ് നമ്മുടെ മുൻപിലുള്ളത് നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളത്. അത് ഭക്ഷണം ഒരു ഇനമാകുമ്പോഴാണ്. എന്നാൽ പലതരം ഇനങ്ങൾ നിന്റെ മുൻപിലുണ്ട്, അത് ആ ഭക്ഷണ തളികയുടെ പല ഭാഗത്താണെങ്കിൽ നിന്റെ കൈകൾ മറ്റു ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിനുശേഷം നാം പറഞ്ഞതാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വിരലുകളിൽ ബാക്കിയായ ഭക്ഷണങ്ങൾ അത് വൃത്തിയായി വടിച്ചെടുക്കുക, ഊമ്പിയെടുക്കുക എന്നുള്ള കാര്യം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഏത് സദസ്സിലാണെങ്കിലും ഇത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വിരലുകൾ ഊമ്പുന്ന സന്ദർഭത്തിൽ മറ്റുള്ള ആളുകൾക്ക് പ്രയാസകരമാകുന്ന രൂപത്തിൽ ഒച്ചയുണ്ടാക്കി അത്തരത്തിൽ എന്താക്കേണ്ടതില്ല, ഒച്ചയുണ്ടാക്കി ചെയ്യേണ്ടതില്ല, മറിച്ച് അതിന്റെ ശബ്ദം കുറച്ചുകൊണ്ട് ആ മര്യാദ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ പല ആളുകൾക്കും അത് മടിയാണ്. കല്യാണ സദസ്സിൽ പോയാൽ, അതല്ലെങ്കിൽ ഒരു കുടുംബ വീട്ടിൽ പോയാൽ എങ്ങനെയാണ് ഇപ്പോൾ ഞാനത് ചെയ്യുക എന്നുള്ള മടി കാരണത്താൽ, കുറവ് കാരണത്താൽ ഇത്തരത്തിലുള്ള സുന്നത്തുകളൊക്കെ ഒഴിവാക്കുന്നതായി കാണാം. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചത്? എന്തിനാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ അകല അഹദുകും ഫൽയൽഅഖ് അസാബിഅഹു, നിങ്ങൾ ആരെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ അവൻ തന്റെ വിരലുകൾ ഊമ്പിക്കൊള്ളട്ടെ. ഫഇന്നഹു ലാ യദ്രി ഫീ അയ്യതിഹിന്നൽ ബറക, കാരണം അവൻ അറിയുകയില്ല ഏതിലാണ് അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന്. മറ്റു റിവായത്തിൽ കാണാം, വൽയസ്ലുത് അഹദുകുമുസ് സഹ്ഫ, നിങ്ങൾ നിങ്ങളുടെ പ്ലേറ്റിൽ ഭക്ഷണത്തളികയിൽ ബാക്കിയുള്ളത് നിങ്ങൾ കൈകൊണ്ട് അവൻ വടിച്ചെടുക്കട്ടെ. വഫീ അയ്യി തുആദികുമുൽ ബറക, ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവൻ അറിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഭക്ഷണങ്ങൾ യാതൊന്നും പാഴാക്കാതെ വിരലുകളിൽ ബാക്കിയുള്ളത്, നമ്മുടെ ഭക്ഷണ തളികയിൽ ബാക്കിയുള്ളത് അത് മുഴുവൻ വടിച്ചു കഴിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മര്യാദ. അടുത്തൊരു മര്യാദയായി പണ്ഡിതന്മാർ പറയുന്നു, യുസ്തഹബ്ബു തനാവുലുൽ ലുഖ്മതി ഇദാ സഖതത്, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വല്ലതും നിലത്തേക്ക് വീണുപോയാൽ അത് എടുത്തുകൊണ്ട് വീണ്ടും ഭക്ഷിക്കുക എന്നുള്ളത് അത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. വലാ യദഅഹാ ലിശൈത്താൻ, ശൈത്താനിന് വേണ്ടി നിങ്ങൾ ആ ഭക്ഷണത്തെ നിങ്ങൾ ഒഴിവാക്കി കൊടുക്കരുത്, അവന് വിട്ടുകൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ തഅമ തആമൻ
ലഅഖ അസാബിഅഹു الثلاث. അനസ് റളിയല്ലാഹു അൻഹു റസൂലിനെ കുറിച്ച് പറയുകയാണ്, വഖാല ഇദാ സഖതത് ലുഖ്മതു അഹദികും, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ വറ്റ്, അതിന്റെ മണി അതൊക്കെ നിലത്ത് വീണു പോയാൽ ഫൽയുമിത് അൻഹൽ അദ, അവൻ അതിൽ നിന്ന് ആ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട്, അതിൽ എന്തൊക്കെയാണോ പറ്റിപ്പിടിച്ചിട്ടുള്ളത് അതൊക്കെ നീക്കിക്കൊണ്ട് അതിനുശേഷം വലിയകുൽഹ, അവൻ അത് ഭക്ഷിച്ചു കൊള്ളട്ടെ. വലാ യദഅഹ ലിശ്ശൈത്താൻ, ശൈത്താനിന് വേണ്ടി ആ ഭക്ഷണത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല, അതിനെ ഒഴിവാക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. കാരണം ഏതിലാണ് ബറക്കത്ത് നിശ്ചയിച്ചതെന്ന് അവൻ അറിയില്ല. അവന്റെ കൈകളിൽ ഉള്ളതിലാണോ, അതല്ല പാത്രത്തിൽ ബാക്കിയുള്ളതിലാണോ, ഇനി നിലത്ത് വീണുപോയതിലാണോ, ഏതിലാണ് അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചത് എന്ന് അവൻ അറിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇമാം നബവി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു ഭക്ഷണം നിലത്ത് വീണാൽ അതെടുത്ത് വൃത്തിയാക്കി കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു ഭക്ഷണം അത് നജസിലാണ് വീണത് എന്ന് വിചാരിക്കുക. നജസിൽ വീണാൽ പിന്നെ ആ ഭക്ഷണം എന്തായി? അത് നജസായി മാറി. എന്നാൽ അത് കഴുകി വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ, ചിലപ്പോൾ ചെറിയ നജസായിരിക്കും, അത് കഴുകി വൃത്തിയാക്കാൻ കഴിയുമെങ്കിൽ, പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അവനത് ഉപയോഗിക്കാം. ഇനി അതിനും കഴിയുന്നില്ലെങ്കിലോ അത്അമഹ ഹയവാനൻ, അവരെന്ത് ചെയ്യുക? ആ ഭക്ഷണം മൃഗങ്ങൾക്ക് കൊടുക്കുക, അവർക്ക് അത് ഭക്ഷിക്കാൻ നൽകുക. വലാ യത്റുക്ഹ ലിശൈത്താൻ, ആ സന്ദർഭത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ശൈത്താന് വേണ്ടി അത് ഒഴിവാക്കരുത്, ഉപേക്ഷിക്കരുത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമ്മൾ വിരലുകൾ ഊമ്പണമെന്ന് പറഞ്ഞു. അതുപോലെയാണ് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു കാര്യങ്ങളും. സ്പൂൺ കൊണ്ട് കഴിക്കുന്നവർ, അതല്ലെങ്കിൽ കത്തി കൊണ്ട്, മറ്റുള്ള സാമഗ്രികൾ കൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യണം? അതും ഇപ്രകാരം വടിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം റസൂൽ ഇമാം അവറുകൾ അദ്ദേഹം പറഞ്ഞു, വഖുൽ അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചതിന് ശേഷം നീ അൽഹംദുലില്ലാ എന്ന് പറയുക. അതാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട മര്യാദ. അതാണ് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹാ ഔ യശ്റബ അശ്ശർബത ഫയഹ്മദഹു അലൈഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ ഒരു അടിമ അവൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തതിനു ശേഷം അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ തൃപ്തിപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എന്നുള്ളതാണ് ഹംദിന്റെ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം, ഏറ്റവും ചെറിയ രൂപം അതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മറ്റു പ്രാർത്ഥനകളും അവിടുന്ന് സ്ഥിരപ്പെട്ടതായി കാണാം. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ അവിടുന്ന് കാണാം, അൽഹംദുലില്ലാഹില്ലദീ അത്അമ വസഖ വസവ്വഗഹു വജഅല ലഹു മഖ്റജ. ഇതും അവിടുന്ന് നിർവഹിച്ച പ്രാർത്ഥനയായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ കഫാന വഅർവാന ഗൈറ മക്ഫിയ്യിൻ വലാ മക്ഫൂരിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ അത് നമ്മൾ പഠിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട വന്ന പ്രാർത്ഥനകൾ അത് ഓരോ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ റസൂലിന്റെ എല്ലാ സുന്നത്തുകളും നമ്മൾ പാലിച്ചു, റസൂലിന്റെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ നടപ്പിലാക്കി എന്നുള്ള ഒരു പ്രതിഫലം കൂടി അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇൻഷാ അല്ലാഹ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റു ചില ആദാബുകൾ, ചില മര്യാദകൾ, നാം ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിച്ച മര്യാദകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും പഠിപ്പിച്ചു കൊടുക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.